ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ ആണ്, അപ്പം കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത്. അപ്പം ഞാൻ ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒത്തിരി മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ടുള്ള ജനലിലൂടെ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഴയൊക്കെ മാറിയിട്ട് ഉള്ള ഒരു നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. അങ്ങനെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കി നിന്നതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി പോവാണ്. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം എല്ലാ ദിവസവും ഉള്ള ഒരു രീതിയാണ് ഒന്ന് പ്രെയർ ചെല്ലുക എന്നുള്ളത്. ദൈവത്തിൻ്റെ അടുത്ത് നമ്മളൊരു 5 മിനിറ്റ് പോയി നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ദിവസം തുടങ്ങുകയാണെങ്കിൽ നല്ലൊരു എനർജിയും നല്ലൊരു പോസിറ്റീവ് മൈൻഡും ആയിരിക്കും. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈശോയോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം കുഞ്ഞാവെ ഒന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് റെഡി ആകാൻ വേണ്ടി റൂമിലേക്ക് പോയേക്കുവാണ്. മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് സെറ്റായിട്ട് വേണം അടുക്കളയിലേക്ക് പോകാൻ. വാവ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേഗം തന്നെ തീർക്കുവേ. പിന്നെ ചേട്ടായി ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഫുഡൊക്കെ ആക്കി റെഡിയാക്കും. കാരണം അവൾക്ക് എപ്പോഴും നമ്മളെ ആരെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. ഒറ്റയ്ക്ക് കിടത്തിയിട്ട് എവിടെയും പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ റെഡിയായി. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി നേരെ അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് കിച്ചൺ. അപ്പോൾ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ജനൽ തുറന്നിടുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും ഈ ജനൽ തുറന്നിടാറുണ്ട്. കാരണം നമ്മളിനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഗ്യാസൊക്കെ ഓഫാക്കാനൊക്കെ മറന്നു പോയാലും നമുക്ക് ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഗ്യാസൊക്കെ ഓൺ ആക്കുമ്പോൾ സേഫായിരിക്കും. പിന്നെ നമുക്ക് അടുക്കളയിൽ നിന്നിട്ട് ചെയ്യാനൊക്കെ ഒരു എനർജി കിട്ടും. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പം ചേട്ടായി ഇന്നലെ തന്നെ കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി കപ്പ ഇനി തൊലിയൊക്കെ പൊളിച്ച് വെട്ടി നുറുക്കി അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് കപ്പയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം കപ്പ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞിപ്പെണ്ണ് അവിടെ നിന്ന് കരയുന്ന കേട്ടത്. അപ്പോൾ അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് നേരം അവളെ കളിപ്പിക്കുകയും എടുത്ത് ഫീഡ് ചെയ്തതിനൊക്കെ ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പം കുഞ്ഞാവയുടെ കുറച്ച് കളികളൊക്കെയാണ്. രാവിലെ എണീറ്റ് വന്നു കഴിയുമ്പം തന്നെ നല്ല ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും. ഉറക്കമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി ഉറക്കം പോയില്ലെങ്കിൽ ചിലപ്പം കരയുവേ. അപ്പോൾ ആദ്യം കുഞ്ഞാവ എണീറ്റ് കഴിഞ്ഞാടെ ഞാൻ ചെയ്യുന്ന കാര്യം പാൽ കൊടുത്തതിന് ശേഷം ഈശോയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഈശോനെ കാണിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവേ. കുഞ്ഞിപ്പെണ്ണിൻ്റേതായ രീതിയിൽ ഞാൻ ഈശോയോട് കുഞ്ഞിപ്പെണ്ണ് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിപ്പിക്കുവേ. ഇതെല്ലാ ദിവസമുള്ള കാര്യമാണ്. രാത്രിയും രാവിലെയും ഇതേപോലെ ചെയ്യാറുണ്ട്. അങ്ങനെ രാവിലെ തന്നെ കുഞ്ഞിപ്പെണ്ണിനെ ഈശോനെയൊക്കെ കാണിച്ച് കുഞ്ഞിപ്പെണ്ണിനെ ഒരു പോസിറ്റീവ് മൈൻഡ് ആക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ കുഞ്ഞാവേനെ ചേട്ടായുടെ കൈ കൊടുത്തിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാൻ പോയത്. അങ്ങനെ ഞാൻ കപ്പ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞാവയും ചേട്ടായും കൂടെ അടുക്കളയിലേക്ക് വന്ന് എന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അമ്മ എന്നാ ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കപ്പയുടെ തൊലിയൊക്കെ പൊളിച്ച് നുറുക്കി എടുത്തിട്ടുണ്ട്. കപ്പ വേവിക്കാൻ വേണ്ടി വെച്ചേ. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങ ചിരണ്ടുവാണ്. കാരണം എപ്പോഴാണോ കുഞ്ഞാവയ്ക്ക് വഴക്ക് വരുന്നത് അപ്പോൾ ഞാൻ എടുക്കണം. ചില സമയത്ത് ഞാൻ എടുത്താലേ അവൾ ഓക്കെ ആവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓരോ പരിപാടികൾ ചെയ്യുന്നത്.
അങ്ങനെ പെട്ടെന്ന് തന്നെ കപ്പ പെട്ടെന്ന് വേവുന്ന കപ്പയാണ്. അപ്പം കുക്കറിലാണ് വെച്ചത്. അങ്ങനെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ അതിന് വേണ്ടുന്ന അരപ്പൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരച്ച് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ചേട്ടായാണ് കപ്പയൊക്കെ ഇളക്കി തരുന്നത്. കപ്പയൊക്കെ ഇളക്കുന്ന സമയത്ത് കുഞ്ഞാവ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ചേട്ടായാണ് കപ്പ ഇളക്കുന്നത്. അപ്പം കപ്പയൊക്കെ ഇളക്കി ഞങ്ങൾ ഇന്നലെ തന്നെ എല്ലുകറി വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അല്ലെങ്കിൽ ഞായറാഴ്ച 2 കറിയും കപ്പയും കൂടെ ആകുമ്പോഴത്തേനും കുറേ ലേറ്റാവും. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ എല്ലുകറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കി കപ്പയിലേക്ക് ചേർത്ത് അങ്ങനെ കപ്പ ബിരിയാണി ആക്കി ചായയും വെച്ച്. അപ്പോഴേക്കും കുഞ്ഞാവ ഉറങ്ങി കേട്ടോ. കുഞ്ഞാവനെ ഞാൻ ഉറക്കി. അങ്ങനെ ഞങ്ങൾ കപ്പ ബിരിയാണിയും ചായയും കുടിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഞായറാഴ്ച ദിവസങ്ങൾ ഇതേപോലത്തെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കും. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ചേട്ടായോട് ഞാൻ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതാണ് ഇത് കാണുന്നത്. നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടായും കൂടെ ഒരുമിച്ചിരുന്ന് കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പം കുഞ്ഞിപ്പെണ്ണ് എന്തോ ഭാഗ്യത്തിന് ഉറങ്ങി കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പം കറക്റ്റ് അവൾ പിന്നെ എണീക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാനും കഴിക്കുകയാണ് കേട്ടോ. കപ്പ ബിരിയാണി കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കപ്പ ബിരിയാണി. വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്താണേലും എപ്പോഴും ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്നാണേലും എനിക്കും ചേട്ടായിക്കും ഇഷ്ടമാണ് കപ്പ ബിരിയാണി. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ആക്കാറുണ്ട്. അങ്ങനെ ഞാനും കപ്പ ബിരിയാണിയൊക്കെ കഴിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. അത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും കുഞ്ഞാവ എണീറ്റു. കുഞ്ഞാവയുടെ ഉറക്കമൊക്കെ ഒന്ന് പോയി കേട്ടോ. അതുകൊണ്ടാണ് ഇവൾ ഇതേപോലെ കളിച്ചുകൊണ്ട് കിടക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവളെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത് പിന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇന്നത്തെ ഒരു മോർണിംഗ് റുട്ടീനാണ് നിങ്ങൾ കണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ കുക്കിംഗ് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻ്റൊക്കെ ഇടണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.